ക്ലിയർ LLBയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭാരതീയ ഭരണഘടന എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത വളരെ വിശദമായ ഒരു ക്ലാസ് അല്ല, മറിച്ച് പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് LLBയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 2 എന്നുള്ള സബ്ജക്റ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ മോഡ്യൂളുകളും കവർ ചെയ്തുകൊണ്ട് ഒരു ഓവർവ്യൂ പോലെ വളരെ വേഗത്തിൽ മനസ്സിലാക്കുന്ന ഒരു അപ്രോച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് ഒരു ക്വിക്ക് മാസ്റ്ററി എന്നുള്ള ഒരു കൺസെപ്റ്റ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു അടിസ്ഥാന തത്വങ്ങളെല്ലാം നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റണം. അതാണ്. അപ്പോൾ അതിന് ഏകദേശം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുള്ളൊരു സമയപരിധി എന്ന് പറഞ്ഞാൽ ഒരു 3-3.5 മണിക്കൂറാണ്. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമുക്കിത് കവർ ചെയ്ത് തീർക്കാൻ പറ്റേണ്ടതാണ്. വാസ്തവത്തിൽ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വലിയൊരു വിഷയമാണ്. അതിലെ ഓരോ ചെറിയ ഭാഗങ്ങളും നമുക്ക് ദിവസങ്ങളോളം ചർച്ച ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ അതിനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വിഷയത്തെ കവർ ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വിശദമായ ക്ലാസ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ പെയ്ഡ് കോഴ്സുകളായിട്ട് നോട്ടുകളായും ഒക്കെ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ പെയ്ഡ് ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകളും നോട്ടുകളൊക്കെ ലഭ്യമാകുന്നതായിരിക്കും. ഇതൊരു സൗജന്യമായിട്ടുള്ളൊരു ക്ലാസ്സാണ്, നമ്മുടെ യൂട്യൂബിൽ ലഭ്യമായിട്ടുള്ള ഒരു ഫ്രീ ക്ലാസ്സാണ്. പക്ഷേ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ ഒരു ഓവറോൾ ഐഡിയ കിട്ടണമെങ്കിൽ ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഓവറോൾ ഐഡിയ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് നേരിട്ട് കിടക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ ഭരണഘടന ഒരു നിയമമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നമ്മൾ ഓരോ ആർട്ടിക്കിളുകളിലേക്കും പോകുന്നതിന് മുൻപായിട്ട് ചില കൺസെപ്റ്റുകളുണ്ട്, ചില തത്വങ്ങളുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റുകൾ നമുക്ക് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ ആർട്ടിക്കിളുകളും പാർട്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് നിയമങ്ങൾ, പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട്സ്, അത് നമുക്ക് മനസ്സിലാക്കണം. അതാണ് ലെജിസ്ലേറ്റീവ് ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഓരോ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ടും കിടക്കുന്ന സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധികൾ, ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സും നമുക്ക് കാണണം. ഇതിനോടൊപ്പം ഈ ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫെയർസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലിക പ്രസക്തമായ രീതിയിൽ വേണം നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു അപ്രോച്ചായിരിക്കും എൻ്റെ ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് വേണ്ട ഒരു കാര്യം, ഒരു 3-3.5 മണിക്കൂർ ഒരു അൺഡിവൈഡഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പം ഒന്നിച്ച് 3.5 മണിക്കൂർ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം സമയം ശ്രദ്ധിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു തീർക്കണം. അതായത് ഈ വീഡിയോ പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകരുത്. ഈ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു വിഷയം നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സമീപിക്കേണ്ടതെങ്കിൽ നമുക്ക് എങ്ങനെ സമീപിക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പ്രധാന ഒരു മീഡിയം എന്ന് പറയുന്നത് വീഡിയോയാണ്. എന്നാലും നമുക്ക് ഈ ഒരു വിഷയത്തെ കൂടുതലായിട്ട് അറിയാൻ നമുക്ക് ഉപയോഗിക്കാവുന്നത് തീർച്ചയായിട്ടും ഭരണഘടന തന്നെയാണ്. ആദ്യത്തെയും അവസാനത്തേതുമായിട്ടുള്ള സോഴ്സ് ഭരണഘടന തന്നെയാണ്. എന്നാൽ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട പല സുപ്രധാന വിധികളും കോടതിയുടെ വിധികളൊക്കെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ്സ്. അതേപോലെ ഭരണഘടനയ്ക്ക് പുറമെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള പല നിയമങ്ങളും കമ്പൈൽ ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്
അപ്പോൾ ഇങ്ങനെയുള്ള 3 പുസ്തകങ്ങളും നമുക്കൊന്ന് ചേർത്ത് കണക്ട് ചെയ്ത് ആലോചിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല മറ്റു പല നിയമങ്ങളിലും നമുക്ക് ഒരു കൃത്യമായ അറിവ് ഉണ്ടാക്കാനായിട്ട് ഇടയാവും. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്, ഒറിജിനൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 22 പാർട്ടുകളാണ് ഉണ്ടായിരുന്നത്. 22 പാർട്ടുകളും 395 ആർട്ടിക്കിളുകളുമാണ് അംബേദ്കറൊക്കെ ഉണ്ടാക്കിയ ഒറിജിനൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നിരവധി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ നടന്നു. 100-ലധികം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ, അതായത് ഭരണഘടനാ ഭേദഗതികൾ വന്നു. അപ്പോൾ അങ്ങനെ 100-ലധികം ഭരണഘടനാ ഭേദഗതികളിലൂടെ നിരവധി ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർക്കുകയും ചില ആർട്ടിക്കിളുകൾ റിപ്പീൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 440-ലധികം ആർട്ടിക്കിളുകളുണ്ട്. എങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ നിങ്ങളെടുത്ത് നോക്കിയാൽ പോലും 1 മുതൽ 395 വരെ ആർട്ടിക്കിളുകളുടെ നമ്പറുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുതിയതായി വന്നിട്ടുള്ള ആർട്ടിക്കിളുകൾ ഈ 1-നും 395-ൻ്റെ ഇടയിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആർട്ടിക്കിൾ 21A എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ എ ആണ്. അപ്പോൾ അത് പുതിയതായിട്ട് ചേർക്കപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി വന്നതാണ്. അപ്പോൾ പലപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ എ വഴി ചേർത്തിരിക്കുന്നത് പുതിയതായി വന്നിട്ടുള്ള ആർട്ടിക്കിളുകളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിന് ശേഷം. അതേപോലെ പാർട്ടുകളുടെ കാര്യം പറഞ്ഞാലും ഒറിജിനൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 22 പാർട്ടുകളാണ്. 22 പാർട്ടുകളായിരുന്നു ഒറിജിനൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 25 പാർട്ടുകളുണ്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ട് 3 പാർട്ടുകളിലൂടെ വന്നു. അതും ഇതുപോലെ തന്നെ 1 മുതൽ 22 പാർട്ടുകളുടെ ഇടയിലാണ് ആ പാർട്ടുകൾ ചേർത്തിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പാർട്ട് 4A, പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യം തുടക്കത്തിൽ തന്നെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, അതിനെന്തെങ്കിലും അപ്രോച്ച് ഉണ്ടോ? അപ്പോൾ അതിൽ എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഓർഡർ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഡറിൽ തന്നെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല പരീക്ഷയ്ക്കൊക്കെ ആകുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ, പാർട്ട് 3യെ പറ്റി ഒരു ചോദ്യം വന്നാൽ, അല്ലെങ്കിൽ പാർട്ട് 4നെ പറ്റി ഒരു ചോദ്യം വന്നാൽ, പാർട്ട് 5നെ പറ്റി ഒരു ചോദ്യം വന്നാൽ നമുക്ക് അങ്ങനെ തന്നെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്രമത്തിൽ തന്നെ അടുക്കി പെറുക്കി പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വിഷയം നമ്മുടെ കയ്യിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയാണ്. പാർട്ട് 2 സിറ്റിസൺഷിപ്പാണ്. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളും 1 മുതൽ 51A വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ 1 എന്നുള്ള സബ്ജക്റ്റിൽ പഠിച്ചു കഴിഞ്ഞു. അത് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 2 എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് നമുക്ക് പാർട്ട് 1 മുതൽ പാർട്ട് 4A വരെയുള്ളത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ പഠിച്ച് കഴിയുകയും ചെയ്തു, പരീക്ഷ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ 2 പഠിക്കേണ്ടത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ 2 പാർട്ട് 5 മുതൽ പാർട്ട് 22 വരെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. പാർട്ട് 5 എന്ന് പറഞ്ഞാൽ യൂണിയനാണ്. പാർട്ട് 6 സ്റ്റേറ്റ്സ് ആണ്. പാർട്ട് 7 റിപ്പീൽ ചെയ്തു. പാർട്ട് 8 യൂണിയൻ ടെറിട്ടറി. പാർട്ട് 9 പഞ്ചായത്ത്. പാർട്ട് 9A മുനിസിപ്പാലിറ്റിയും പാർട്ട് 9B കോപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ്. പാർട്ട് 10 ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസാണ്. അതിന് റെസ്പെക്റ്റീവായിട്ടുള്ള ആർട്ടിക്കിളുകളും ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10ന് ശേഷം ആർട്ടിക്കിൾ 11ലേക്ക് വരുമ്പം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. പിന്നെ പാർട്ട് 12 ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്ട്സ്. പാർട്ട് 13 ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ് വിതിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. പാർട്ട് 14 എന്ന് പറഞ്ഞാൽ സർവീസസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. അവിടെയാണ് UPSCയും PSCയും പോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. പാർട്ട് 14A ട്രിബ്യൂണലുകളാണ്. പാർട്ട് 15 എലക്ഷൻസ് ആണ്. ഇനിയും പാർട്ട് 16 സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു സർട്ടൺ ക്ലാസസ് ആണ്. പാർട്ട് 17 ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. പാർട്ട് 18 എമർജൻസി പ്രൊവിഷൻസ് വരുന്നത്. 19 മിസ്ലേനിയസ് പ്രൊവിഷൻസ് ആണ്. 20 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. 21 ടെമ്പററി ട്രാൻസിഷൻ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസും
പാർട്ട് 22 ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെൻറ്റ് ആൻഡ് അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് ഇൻ ഹിന്ദി ആൻഡ് റിപ്പീൽസ് എന്നുള്ള കാര്യങ്ങളാണ് പാർട്ട് 22 അപ്പം ആ 22 പാർട്ടുകളാണ് കോൺസ്റ്റിറ്റ്യൂഷനുള്ളത്. എങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ പാർട്ട് 4A, പാർട്ട് 9A, 9B അങ്ങനെയുള്ള കാര്യങ്ങളും അഡീഷണലായിട്ട് വന്നതുകൂടി ആകെ ഇപ്പോൾ 25 പാർട്ടുകളാണ് ഉള്ളത്. അപ്പോൾ അതിലെ വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞാൽ ആദ്യത്തെ 4 പാർട്ട് അല്ലെങ്കിൽ പാർട്ട് 4A കൂടെ കൂട്ടിയാൽ 5 പാർട്ടുകൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ 1 എന്നുള്ള സബ്ജക്റ്റിൽ പഠിച്ചതുകൊണ്ട് ബാക്കിയുള്ള പാർട്ടുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു വിഷയം, അത് കോൺസ്റ്റിറ്റ്യൂഷൻ 1 ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ 2 ആയിക്കോട്ടെ. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഡറിൽ പഠിക്കണമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഈ വിഷയത്തെ നമ്മൾ ഇത് വിഷയം പഠിക്കാനായിട്ട് വേറെ എന്തെങ്കിലും എളുപ്പ വഴികളുണ്ടോ? അപ്പോൾ ഈ വിഷയം പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നൊരു മാർഗം, നമ്മൾ 2 കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ഈ വിഷയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രധാനമായിട്ട് 2 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് ഈ 395 ആർട്ടിക്കിളുകളിലും പറയുന്നത്. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റിസൺ എന്നുള്ള ഒരു ആംഗിളും രണ്ടാമത്തെ കാര്യം സ്റ്റേറ്റ് എന്നുള്ളൊരു ആംഗിളുമാണ്. അപ്പോൾ സിറ്റിസണും സ്റ്റേറ്റും തമ്മിലാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുഴുവൻ റിലേഷൻഷിപ്പ് ഇരിക്കുന്നത്. അപ്പോൾ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പൗരൻ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രമെന്നോ ഭരണകൂടമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു കൺസെപ്റ്റാണ് സ്റ്റേറ്റ്. അപ്പം ഒരു പൗരനും ഭരണകൂടവും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബന്ധം വളരെ സൗഹാർദ്ദപരമായിരിക്കണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും ഈ ഭരണകൂടത്തിൻ്റെ അധികാരങ്ങൾ പലപ്പോഴും പൗരൻ്റെ മേൽ പ്രയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പൗരൻ്റെ അവകാശങ്ങളുടെ മേൽ കടന്നു കയറാറുണ്ട്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആളുകൾ, ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൗരനാണ് പ്രാധാന്യം, പൗരൻ്റെ അവകാശങ്ങൾക്കാണ് പ്രാധാന്യം. ഭരണകൂടം അല്ലെങ്കിൽ രാഷ്ട്രം ഒരിക്കലും ഈ പൗരൻ്റെ മൗലിക അവകാശങ്ങളുടെ മേൽ കടന്നു കയറാൻ പാടില്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്റ്റേറ്റിൻ്റെ പവേഴ്സ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം, സ്റ്റേറ്റിൻ്റെ പവേഴ്സ് ലിമിറ്റഡ് ആയിരിക്കണം. ഒരു ലിമിറ്റഡ് ഗവൺമെൻറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം അല്ലെങ്കിൽ ലിമിറ്റഡ് ഗവൺമെൻറ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് പറയുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആളുകൾ, ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസേജ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിമിറ്റഡ് ഫോം ഓഫ് ഗവൺമെൻറ് ആയിരിക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ പൗരൻ്റെ അവകാശങ്ങൾ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ സിറ്റിസണും സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട, സ്റ്റേറ്റ് പലപ്പോഴും സിറ്റിസൻ്റെ അവകാശങ്ങളുടെ മേൽ കടന്നു കയറാൻ സാധ്യതയുണ്ടെന്നും സിറ്റിസന് സ്വന്തം അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ടെന്നും അതിനായിട്ടാണ് കോടതി നിലനിൽക്കുന്നതെന്നും കോടതിയുടെ ഒരു പ്രൈമറി പർപ്പസ്, ജുഡീഷ്യറിയുടെ ഒരു പ്രധാന റോള് ഈ വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ്. സ്റ്റേറ്റ് വ്യക്തിയുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാതെ വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ജുഡീഷ്യറിയുടെ പ്രാഥമികമായ ജോലി എന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ 1 നമ്മൾ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി മാറ്റി നിർത്തി കഴിഞ്ഞാൽ 1 മുതൽ 4 വരെ യൂണിയൻ എന്താണെന്നും യൂണിയൻ്റെ ടെറിട്ടറി എന്താണെന്നും പറയുന്നതിന് ശേഷം നമ്മൾ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളിൽ സിറ്റിസൺഷിപ്പ് എന്നുള്ള കൺസെപ്റ്റാണ് പഠിച്ചത്. അപ്പോൾ സിറ്റിസൺഷിപ്പ് പഠിച്ചതിന് ശേഷം നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ള ആസ്പെക്റ്റ് പഠിച്ചു, അല്ലേ? മൗലികമായ അവകാശങ്ങളെ പറ്റി പഠിച്ചു. അതിനുശേഷം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പഠിച്ചു. അതായത് സ്റ്റേറ്റ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുതരം നയങ്ങളാണ് ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് കൊണ്ടു നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ കണ്ടു. അപ്പം ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സ്റ്റേറ്റിൻ്റെ പുറത്ത് വയ്ക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഒബ്ലിഗേഷൻസ് പോലെയാണ്. അതായത് സ്റ്റേറ്റ് ഇന്നത് ചെയ്യരുത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കർട്ടൈൽ ചെയ്യുന്ന രീതിയിൽ സ്റ്റേറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയുന്നത്. എങ്കിൽ മാത്രമേ വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരുമ്പോൾ അങ്ങനെയല്ല. സ്റ്റേറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഒരു വെൽഫെയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി.
അതിനുശേഷം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ളൊരു പാർട്ടൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊരു വ്യക്തിയുടെ ഡ്യൂട്ടികളാണ്, ഒരു റൈറ്റ്സും ഡ്യൂട്ടിയും ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെയാണ്. അപ്പോൾ വ്യക്തിക്ക് റൈറ്റ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വ്യക്തിക്ക് ഡ്യൂട്ടികളും ഉണ്ടെന്നും, അപ്പോൾ എന്തൊക്കെ ഡ്യൂട്ടികളാണ് ഒരു വ്യക്തി ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു റൈറ്റ്സിൻ്റെ വയലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിനായിട്ട് നമുക്ക് സുപ്രീം കോടതി വരെ പോകാമെങ്കിലും ഡ്യൂട്ടി ഒരു സിറ്റിസണുള്ള ഡ്യൂട്ടി സിറ്റിസൺ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ സ്റ്റേറ്റിന് കോടതി കയറാനായിട്ട് പറ്റില്ല. അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എൻഫോഴ്സബിൾ അല്ല, ജസ്റ്റിഫയബിൾ അല്ല, ജസ്റ്റീഷ്യബിൾ അല്ല. അതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പം നമ്മൾ ഒരു സിറ്റിസൻ്റെ ആംഗിളിൽ നമ്മൾ കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേറ്റിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ കാണേണ്ടത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ 1-ൽ നമ്മളൊരു സിറ്റിസനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടത്. ഒരു പൗരനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ 1-ൽ ഫോക്കസ് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ 2-ൽ നമ്മൾ സ്റ്റേറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് എന്താണ്, സ്റ്റേറ്റിൻ്റെ ഓർഗൻസ് എന്തൊക്കെയാണ്, സ്റ്റേറ്റിൻ്റെ 3 ഓർഗൻസ് ഉണ്ട്. ആ സ്റ്റേറ്റിൻ്റെ 3 ഓർഗൻസ് ഏതൊക്കെയാണ്, ആ 3 ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പവേഴ്സ് എന്തൊക്കെയാണ്, ഈ ഓർഗൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെഡറൽ സിസ്റ്റത്തിൽ ഈ 3 ഓർഗൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതായത് സ്റ്റേറ്റിനെ പറ്റിയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ 2-ൽ കൂടുതലായിട്ടും പഠിക്കുന്നത്. വിഷയത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് നമ്മുടെ മാതൃസ്ഥാപനമായ ക്ലിയർ ഐസിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. IAS, IPS, IFS തുടങ്ങിയ ഉയർന്ന ഗവൺമെൻറ് തസ്തികകളിലേക്ക് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ മികച്ച പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ക്ലിയർ IAS. 2012 മുതൽ നിരവധി IAS, IPS, IFS ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കാൻ ക്ലിയർ IAS നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലിക്കാൻ ക്ലിയർ IASൽ അവസരമുണ്ട്. തിരുവനന്തപുരത്ത് കവടിയാറിലാണ് ക്ലിയർ IASൻ്റെ ഓഫ്ലൈൻ സെൻറ്റർ. സ്കൂൾ കോളേജ് പഠനത്തോടൊപ്പമോ ഡിഗ്രിക്ക് ശേഷമോ ക്ലിയർ IASൽ അഡ്മിഷൻ നേടി പരിശീലനം ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ സിവിൽ സർവീസ്, LLB, CLAT, സ്കിൽ ട്രെയിനിങ് എന്നിങ്ങനെയുള്ള മേഖലകളിൽ മുഴുവൻ സമയ കോഴ്സുകൾക്കോ ക്രാഷ് കോഴ്സുകൾക്കോ സമ്മർ ക്യാമ്പുകൾക്കോ പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ 9605741000 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ clearis.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പം സിറ്റിസൺ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേറ്റിലേക്ക് പോവാം. അപ്പോൾ ഒരു സിറ്റിസൺ, അതായത് ഒരു രാജ്യത്തെ പൗരൻ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ഒരു മെമ്പറാണ്, ഒരു രാജ്യത്തെ മെമ്പറാണ്. ആ മെമ്പർക്ക് റൈറ്റ്സും ഉണ്ടാവും, പ്രിവിലേജസും ഉണ്ട്. അതായത് ഒരു റൈറ്റ്സ് ഉള്ള, അവകാശങ്ങളുള്ള, പ്രിവിലേജുകളുള്ള ഒരു രാജ്യത്തെ മെമ്പറിനെയാണ് സിറ്റിസൺ എന്ന് പറയുന്നത്. അപ്പം അയാൾക്ക് റൈറ്റ്സും പ്രിവിലേജുകളും ഉള്ളതുപോലെ തന്നെ ചില ഡ്യൂട്ടികളും റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാവും. അപ്പോൾ അതാണ് ഒരു സിറ്റിസൺ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഈ സിറ്റിസൺഷിപ്പ് എന്താണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയും സ്റ്റേറ്റും ഭരണകൂടവും തമ്മിലുള്ള ഒരു ബന്ധം ഉറപ്പിക്കുകയാണ് സിറ്റിസൺഷിപ്പ് ചെയ്യുന്നത്. അപ്പം അത് പലപ്പോഴും ഇപ്പോൾ നമുക്കൊരു ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ ഒരു നിയമം ഉണ്ടെന്ന് വിചാരിക്കുക, അവിടെ താമസിക്കുന്ന എല്ലാ ആൾക്കാരും. അപ്പോൾ ആ താമസിക്കുന്ന ഓരോ വ്യക്തിയും ആ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിലെ ഒരു മെമ്പറാണ്, അതായത് ഒരു സിറ്റിസൺ പോലെയാണ്. അവർക്ക് പൊതുവായിട്ടൊരു നിയമം ഉണ്ടെങ്കിൽ അതൊരു ഭരണഘടന പോലെയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയാണ്. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം എടുത്താൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് നിർമ്മിച്ചത്? അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും നിർമ്മിച്ചത് ഇന്ത്യയിലെ ജനങ്ങൾ തന്നെയാണ്. അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണാം, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളതാണ് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു നിയമ സംഹിതയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയിലെ ഏറ്റവും സുപ്രീമായിട്ടുള്ള നിയമമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു നിയമമാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാന നിയമമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദി ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദി ലാൻഡ്, അല്ലേ? സുപ്രീം ലോ ഓഫ് ദി ലാൻഡാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിൽ ഒരു സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് അലീജിയൻസ് ഉള്ള
ഇന്ത്യയിലെ മെമ്പറായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്ന റൈറ്റ്സ് അയാൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഭരണഘടന പറയുന്ന ഡ്യൂട്ടികൾ അയാൾ നിർവഹിക്കേണ്ടതുമാണ്. ഇതാണ് ഇന്ത്യൻ സിറ്റിസൺ. അപ്പോൾ ഇന്ത്യൻ സിറ്റിസണാണ് ഈ ഭരണഘടന നിർമ്മിച്ചത്. ഇന്ത്യക്കാർക്ക് വേണ്ടി തന്നെ നിർമ്മിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ ഭരണഘടന. അത് നിർമ്മിക്കാനായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയൊക്കെ ഉണ്ടെങ്കിലും ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഇതിൻ്റെ പുറകിൽ പ്രധാന പങ്ക് വഹിച്ചത്. പക്ഷേ ഇത് ഇന്ത്യക്കാർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു സാധനമാണ്. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു, അതാണ്. അപ്പം ആ ഒരു സിറ്റിസൺഷിപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലായാൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റാണ്. ഈ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ ഈ സംസ്ഥാനങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് തെറ്റിദ്ധരിക്കപ്പെടരുത്. സംസ്ഥാനങ്ങൾ എന്നുള്ളതിന് നമ്മൾ പലപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ എസ് അല്ല, സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ട് STATE സ്റ്റേറ്റ്സ് എന്ന് എഴുതാറുണ്ട്. അത് സംസ്ഥാനങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ക്യാപിറ്റൽ ലെറ്റർ എസ് വെച്ചിട്ട് സ്റ്റേറ്റ് എന്ന് എഴുതിയാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഈ രാഷ്ട്രം അല്ലെങ്കിൽ ഭരണകൂടം എന്നുള്ള അർത്ഥത്തിലാണ്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂടുതൽ സമയത്തും സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 12 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ആർട്ടിക്കിൾ 12. ഇനിയും ഈ സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ആർട്ടിക്കിൾ 12 പുറത്ത് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ നേഷൻ സ്റ്റേറ്റ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് യുണൈറ്റഡ് കിങ്ഡത്തിലൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതിൽ നിന്നാണ് ഈ ഇന്നിപ്പോൾ കാണുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അത് വരുന്നത്. നേഷൻ സ്റ്റേറ്റ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് സ്റ്റേറ്റ് എന്നുള്ളൊരു ആംഗിളിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ്, അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിൽ 4 കാര്യങ്ങളുണ്ടായിരിക്കണം. ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ 4 കാര്യങ്ങളുണ്ടായിരിക്കണം. ഒന്നൊരു ഗവൺമെൻറ് ഉണ്ടായിരിക്കണം, അവിടെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം, ആ രാഷ്ട്രത്തിനൊരു സോവറിനിറ്റി ഉണ്ടായിരിക്കണം, പരമാധികാരം ഉണ്ടായിരിക്കണം, അതുപോലെ അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരിക്കണം. അതായത് ഒരു സ്റ്റേറ്റെന്ന് ഒരു ഏരിയയെ വിളിക്കണമെങ്കിൽ, ഒരു ടെറിട്ടറിയെ വിളിക്കണമെങ്കിൽ അവിടെ ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കണം, അവിടെ ഒരു പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം, പെർമനൻറ്റ് പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം, അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരിക്കണം, ആ ഗവൺമെൻറ്റിന് സോവറിനിറ്റി ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങളുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റിയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റാണ്, ചൈന ഒരു സ്റ്റേറ്റാണ്, ബംഗ്ലാദേശ് ഒരു സ്റ്റേറ്റാണ്, പാകിസ്ഥാൻ ഒരു സ്റ്റേറ്റാണ്, ശ്രീലങ്ക ഒരു സ്റ്റേറ്റാണ്, മ്യാൻമാർ ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു അർത്ഥത്തിൽ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കർണാടകയോ തമിഴ്നാടോ എന്ന് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനങ്ങൾ എന്നുള്ള അർത്ഥത്തിലുള്ള സ്മോൾ ലെറ്റർ എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകളാണ് അവിടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വലിയ സ്റ്റേറ്റിൻ്റെ സബ് യൂണിറ്റ്സ് ആയിട്ടുള്ള പ്രൊവിൻസസ് ആയിട്ടുള്ള അർത്ഥത്തിലാണ് സംസ്ഥാനങ്ങൾ എന്നുള്ള വാക്കിൽ അവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറയുന്ന സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഇതിൻ്റെ ഒരു വലിയ വേർഷനാണ്. എന്താ പറയുക, ഒരു സോവറിനിറ്റിയും ഗവൺമെൻറ്റും പോപ്പുലേഷനും ടെറിട്ടറിയും ഉള്ള ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ഭരണകൂടം എന്നുള്ള അർത്ഥത്തിലാണ് സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു കാര്യത്തിലെ നമ്മൾ കൂടുതൽ ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റേറ്റിന് 3 ഓർഗൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇനിയും പഠിക്കേണ്ടത്. 3 ഓർഗൻസ്. അപ്പം പഴയ കാലത്ത് ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് എടുത്തു നോക്കാം. ഫ്രാൻസിലൊക്കെ ഈ സാർ ചക്രവർത്തിമാരുടെ കാലത്ത് ലൂയി 14 അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ അപ്പം അധികാരം മുഴുവൻ പൂർണ്ണമായും ഒരു രാജാവിൽ നിക്ഷിപ്തമായിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ വളരെ സർവശക്തനായിട്ടുള്ള ഒരാളാണ്. അപ്പം നിയമങ്ങൾ ഉണ്ടാക്കുന്നത് രാജാവ്, നിയമം നടപ്പിലാക്കുന്നത് രാജാവ്, നിയമത്തിൽ എന്തെങ്കിലും തർക്കം വന്നാൽ അത് നോക്കുന്നത് രാജാവ്. അപ്പം ഇന്നത്തെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എല്ലാം ഒരാളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പവേഴ്സ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ എ സിംഗിൾ പേഴ്സൺ. അതാണ് മൊണാർക്കി എന്ന് പറയുന്ന സിസ്റ്റം. മൊണാർക്കിയിൽ എല്ലാ പവറും ഒരു റൂളറുടെ കയ്യിലാണ്, അയാളുടെ ഒരു റൂളാണ്. അപ്പോൾ ആ റൂളറുടെ ഒരു വിംസ് ആൻഡ് ഫാൻസീസിലാണ്. അപ്പോൾ ഒരു ആർബിട്രറി ആയിട്ടുള്ള രീതിയിലായിരിക്കും അന്ന് ഭരണം നടക്കുന്നത് അല്ലെങ്കിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് നല്ലതല്ലെന്ന് പലർക്കും തോന്നി. അങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവം പോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഒരു വ്യക്തി തന്നെ
പൂർണ്ണ അധികാരങ്ങൾ അയാളുടെ കയ്യിൽ ഇരിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയതിന് ശേഷം വലിയ വിപ്ലവങ്ങൾ ലോകത്ത് പല സ്ഥലത്തും നടന്നു. ഫ്രഞ്ചിൽ അങ്ങനത്തെയുള്ള വിപ്ലവം നടന്നു. ആ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള മൊണ്ടേസ്ക്യൂ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ആ സ്പിരിറ്റ് ഓഫ് ലോസിൽ മൊണ്ടേസ്ക്യൂ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വ്യക്തിയുടെ കയ്യിൽ എല്ലാ അധികാരങ്ങളും കൂടെ കേന്ദ്രീകരിക്കുന്നത് നല്ലതല്ലെന്നും സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാവണം. അധികാരങ്ങളെ, ശക്തികളെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ സ്റ്റേറ്റിൻ്റെ പവേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് 3 ഓർഗൻസ് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു മൊണ്ടേസ്ക്യൂവിൻ്റെ വിഷൻ. ആ 3 ഓർഗൻസാണ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ഇപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ റോളെന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചറിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ലെജിസ്ലേച്ചറാണ് ആദ്യത്തെ ഓർഗൻ. ലെജിസ്ലേച്ചറിൻ്റെ റോളെന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവിൻ്റെ റോള് ഈ നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജുഡീഷ്യറി റോള് ഈ നിയമങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും ഒരിക്കൽ കൂടെ പറയാം, ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭ. നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭയാണ് ലെജിസ്ലേച്ചർ. അപ്പോൾ ലെജിസ്ലേച്ചറുടെ ജോലി എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവിൻ്റെ ജോലി ഈ നിയമങ്ങളെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ജുഡീഷ്യറി ഈ നിയമങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അതിനൊരു തീർച്ച കൊണ്ടുവരികയാണ്. അതിനെ വിലയിരുത്തി അതിനൊരു തീർപ്പ് കൽപ്പിക്കുക എന്നുള്ള ജോലിയാണ് ജുഡീഷ്യറിക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായി അല്ലേ. സ്റ്റേറ്റിൻ്റെ ഈ 3 ഓർഗനും നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ നിയമത്തിന് ഇത്രയും പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നിയമങ്ങൾ എന്തിനാണ്, ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് നിയമങ്ങൾ? ഇപ്പോൾ 2 വ്യക്തി ഉണ്ടെങ്കിൽ തന്നെ അവർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഒരു രാജ്യത്ത് ഒരുപാട് ആളുകളുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആ രാജ്യത്തുണ്ടാവാം. അവിടെ ക്രിമിനൽ റോങ്സ് ഉണ്ടാവാം. ക്രിമിനൽ റോങ്സിനെയാണ് നമ്മൾ ക്രൈം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിവിൽ റോങ്സ് ഉണ്ടാവാം. സിവിൽ റോങ്സിന് ഉദാഹരണമാണ് ടോർട്ട്, അല്ലെങ്കിൽ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം അത് പരിഹരിക്കണമെങ്കിൽ ആ നാട്ടിൽ നിയമങ്ങൾ വേണം. പ്രശ്നങ്ങൾ ഉണ്ടാവാതെ, ക്രൈംസോ സിവിൽ റോങ്സോ ഉണ്ടാവാതെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നിയമങ്ങൾ വേണം. ഇനി നിയമങ്ങൾ ഉണ്ടായതിന് ശേഷവും ക്രൈംസോ സിവിൽ റോങ്സോ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഒരു ജസ്റ്റിസ് ഡെലിവർ ചെയ്യണമെങ്കിൽ നിയമങ്ങൾ വേണം അല്ലേ. ഈ സംവിധാനങ്ങൾ അവിടെ വേണം. അവിടെ ഒരു അതുകൊണ്ടാണ് നിയമത്തിൻ്റെ പ്രസക്തി. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവിടെ ഒരു നിയമനിർമ്മാണ സഭ വേണം. അവിടേക്ക് ഇപ്പോൾ ഡെമോക്രസി പോലെയുള്ള സിസ്റ്റം ആണെങ്കിൽ ആ നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് MLA-മാരും MP-മാരും ഒക്കെ. നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ്, നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആൾക്കാരാണ്. അവരുടെ ജോലിയാണ് നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ആ നിയമങ്ങളെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ആണ് ഗവൺമെൻറ്റും പോലീസും ബ്യൂറോക്രസിയും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരും എല്ലാം ആ കാര്യത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ നിയമത്തിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരേ കാര്യത്തെപ്പറ്റി 2 നിയമങ്ങളുണ്ടെങ്കിൽ, കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള 2 നിയമങ്ങളുണ്ടെങ്കിൽ ഏത് നിയമമാണ് അവിടെ ആപ്ലിക്കബിൾ, അല്ലെങ്കിൽ ഒരു നിയമത്തിൻ്റെ ഏത് പ്രൊവിഷനാണ് ആപ്ലിക്കബിൾ, അല്ലെങ്കിൽ ആ വാക്കിനൊരു വ്യക്തതയില്ലെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, ആ നിയമത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടാണ് ജുഡീഷ്യറി അവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റേറ്റിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള ഒരു ആംഗിളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഈ സ്റ്റേറ്റിൻ്റെ ഈ ഒരു പെർസ്പെക്റ്റീവ് നന്നായി നിശ്ചയം ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പോൾ അതിൽ ഈ 3 ഓർഗൻസ് അല്ലാതെ പലപ്പോഴും 4ാം തൂണ് എന്നുള്ള അർത്ഥത്തിൽ, 4th പില്ലർ ഓഫ് ഡെമോക്രസി എന്നുള്ള അർത്ഥത്തിൽ പ്രസ് അല്ലെങ്കിൽ മീഡിയ പലപ്പോഴും ഉപയോഗിക്കപ്പെടാറുണ്ട്. എന്നാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആംഗിളിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ ലെജിസ്ലേറ്റീവിനെ, എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയുമാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നത്. ഇനിയും മനസ്സിലാക്കാനുള്ള മറ്റൊരു കൺസെപ്റ്റാണ് ഫെഡറലിസം എന്നുള്ള കൺസെപ്റ്റ്. ഫെഡറൽ രാജ്യം, ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. ഇപ്പോൾ ഫെഡറൽ രാജ്യം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് 2 തട്ടിലുള്ള ഭരണ സംവിധാനമുണ്ട് എന്നുള്ളതാണ് ഫെഡറൽ സംവിധാനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു യൂണിയൻ്റെ ലെവലിലും അതുപോലെ സംസ്ഥാനങ്ങളുടെ ലെവലിലും ഇന്ത്യയിൽ ഭരണ സംവിധാനമുണ്ട്. അതായത് കേന്ദ്ര ഭരണവും ഉണ്ട്, സംസ്ഥാന ഭരണവും ഇന്ത്യയിലുണ്ട്. കേരളം എന്നുള്ളൊരു സംസ്ഥാനത്തിന്
നമുക്ക് മുഖ്യമന്ത്രിയുണ്ട്. അതുപോലെ ഇന്ത്യ എന്നുള്ള യൂണിയന് നമുക്ക് പ്രധാനമന്ത്രിയുണ്ട്. അല്ലെങ്കിൽ കേരളം എന്നുള്ള സംസ്ഥാനത്തിന് ഒരു നിയമസഭയുണ്ട്. ഇന്ത്യ എന്നുള്ള യൂണിയന് നമുക്ക് പാർലമെൻറ്റുണ്ട്. അപ്പം ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു യൂണിയൻ ലെവലിലും ഒരു സ്റ്റേറ്റ് ലെവലിലും പവേഴ്സ് ഡിവൈഡഡ് ആയിട്ട് കൊടുക്കും. അപ്പം ഇതിൽ ഒന്നിൻ്റെ മുകളിലല്ല എന്നുള്ളതാണ്. അതായത് യൂണിയൻ സംസ്ഥാനങ്ങളുടെ മുകളിലല്ല, അല്ലെ സംസ്ഥാനങ്ങൾ യൂണിയൻ്റെ മുകളിലുമല്ല. രണ്ടുപേരും ഏകദേശം തുല്യ ശക്തികളെ പോലെ ഉള്ള ഒരു കൺസെപ്റ്റാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫെഡറലിസത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു പ്രത്യേകതരം ഒരു ഗവൺമെൻറ് സിസ്റ്റമാണ്. പക്ഷെ അവിടെ ശക്തികൾ, അധികാരങ്ങൾ രണ്ട് എൻറ്റിറ്റികളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഒരു സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു നാഷണൽ ഗവൺമെൻറ് എന്നുള്ള ഒരു ഏരിയയിലേക്കും, അതുപോലെ ഒരു റീജിയണൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ട് രീതിയിലേക്ക് അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. ആ ഫെഡറൽ രാജ്യം ഇന്ത്യയുടെ ഈ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഒരു കൺസെപ്റ്റിന് ഇന്ത്യയുടെ ഒരു ഫെഡറൽ സംവിധാനം ആവശ്യമാണ്. ഒരേ സമയം നമ്മൾ ഇന്ത്യക്കാരായിരിക്കുമ്പോഴും നമ്മളിവിടെ കേരളീയരും തമിഴ്നാട്ടിലുള്ളവരും കന്നഡക്കാരും തെലുങ്ക് സംസാരിക്കുന്നവരും അങ്ങനെ വ്യത്യസ്ത ദേശക്കാരുമാണ്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളൊരു റീജിയണൽ ഐഡൻറ്റിറ്റി ഉണ്ട്. പക്ഷേ പൊതുവായിട്ടുള്ളൊരു ഇന്ത്യൻ യൂണിയൻ്റെ ഒരു കോമൺ ഐഡൻറ്റിറ്റിയും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു രണ്ട് ഐഡൻറ്റിറ്റി ഉള്ളതുപോലെയാണ്, അല്ലേ? അപ്പോൾ അതായത് രണ്ട് ഗവൺമെൻറ്റും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഫെഡറൽ സംവിധാനം. അപ്പോൾ നമ്മൾ അതിനെ കാണുമ്പോൾ നമ്മളിവിടെ ഇലക്ഷനൊക്കെ നടക്കുമ്പോഴും നമുക്കറിയാം, അല്ലേ? നമുക്കിവിടെ യൂണിയൻ ഗവൺമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പുണ്ട്, അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ കേരളത്തിലെ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മൾ ആ തിരഞ്ഞെടുപ്പിലാണ് MLA-മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം നമുക്ക് കേരളത്തിൽ 140 MLA-മാരുണ്ട്. എന്നാൽ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ യൂണിയനിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ മെമ്പർ ഓഫ് പാർലമെൻറ്റ് MP-മാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ നിന്ന് 20 MP-മാരെയാണ് തിരഞ്ഞെടുത്ത് വിടുന്നത്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും MP-മാരെ തിരഞ്ഞെടുത്ത് വിടും, അല്ലേ? അങ്ങനെ 545 MP-മാരാണ് ഇന്ന് ലോക്സഭയിലുള്ളത്. അപ്പം അതാണ് ആ ഒരു ഫെഡറലിസത്തിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ആ ഫെഡറലിസത്തിലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. ഫെഡറലിസത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള സ്ലൈഡുകളിൽ കൂടുതലായിട്ട് പറയാം. പക്ഷേ ഒരു പ്രാഥമികമായ ഒരു ഐഡിയ ആണ് ഞാനിപ്പോൾ കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഇനി ആ 3 ഓർഗൻസിനെ പറ്റി ഒരു നല്ല വ്യക്തത ഉണ്ടെങ്കിലേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായി മനസ്സിലാവത്തുള്ളൂ. ഇത് മനസ്സിലാക്കിയ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു കാര്യം മനസ്സിൽ ആദ്യമേ ഒരു വ്യക്തതയോടുകൂടി നമുക്ക് കൊണ്ടുവരണം. ഇപ്പം നമുക്ക് ഫെഡറൽ രാജ്യമാണ് ഇന്ത്യ. അമേരിക്ക ഒരു ഫെഡറൽ രാജ്യമാണ്. എന്നാൽ യുണൈറ്റഡ് കിങ്ഡം ഒരു ഫെഡറൽ രാജ്യമല്ല, ഒരു യൂണിറ്ററി രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയൊക്കെ ഫെഡറൽ രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ യൂണിയൻ ലെവലിലും ഒരു ഗവൺമെൻറ് സിസ്റ്റം ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ലെവലിലും ഒരു ഗവൺമെൻറ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ യൂണിയനെ ചിലപ്പോഴൊക്കെ കേന്ദ്രം എന്നുള്ള ഒരു വാക്കുകൊണ്ടും പറയാറുണ്ട്, സെൻറ്റർ എന്നും പറയാറുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയും, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര ബഡ്ജറ്റ് എന്നൊക്കെ പറയും. പക്ഷേ കുറച്ചും കൂടെ കറക്റ്റായിട്ടുള്ള വാക്ക് യൂണിയൻ ബഡ്ജറ്റ് എന്നുള്ളതാണ്. യൂണിയൻ ഗവൺമെൻറ്റാണ്. അതായത് എല്ലാ കേരളവും തമിഴ്നാടും കർണാടകയും ഉത്തർപ്രദേശും വെസ്റ്റ് ബംഗാളും എല്ലാം കൂടെ ചേരുന്ന ഒരു യൂണിയൻ, അതാണ് ഇന്ത്യ. അപ്പോൾ ആ യൂണിയൻ ലെവലിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഫെഡറൽ സംവിധാനത്തിലുണ്ടെന്നും, ഇനി സംസ്ഥാനങ്ങളുടെ ആംഗിളിൽ സ്റ്റേറ്റ്സിൻ്റെ, അവിടെ സ്റ്റേറ്റ്സ് എന്നുള്ള വാക്കാണ്, അപ്പോൾ സ്റ്റേറ്റ്സിൻ്റെ ആംഗിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ് എന്നുള്ളൊരു ആംഗിളിൽ, ഭരണകൂടം എന്നുള്ളൊരു ആംഗിളിൽ പറഞ്ഞാൽ 3 ഓർഗൻസ് ഉണ്ട്: എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് യൂണിയൻ ലെവലിലും ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്. അപ്പോൾ യൂണിയൻ ലെവലിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, യൂണിയൻ ലെജിസ്ലേച്ചർ ഉണ്ട്, യൂണിയൻ ജുഡീഷ്യറി ഉണ്ട്. അതുപോലെ സ്റ്റേറ്റ് ലെവലിലും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ട്, സ്റ്റേറ്റ് ജുഡീഷ്യറി ഉണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതേ ഓർഡറിലാണ് പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ
പാർട്ട് 1 പറഞ്ഞാൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയാണ്, പിന്നീട് സിറ്റിസൺഷിപ്പാണ്, അത് കഴിഞ്ഞ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്, പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ യൂണിയൻ എന്നുള്ള പാർട്ടാണ്. അപ്പോൾ യൂണിയൻ എന്നുള്ള പാർട്ടിൽ യൂണിയൻ എക്സിക്യൂട്ടീവ്, യൂണിയൻ ലെജിസ്ലേച്ചർ, യൂണിയൻ ജുഡീഷ്യറി, ഈ 3 കാര്യങ്ങളാണ് യൂണിയൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്തേക്ക് വരുമ്പം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സ്റ്റേറ്റ് ജുഡീഷ്യറി, ഈ 3 കാര്യങ്ങളാണ് സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്ത് പഠിക്കുന്നത്. ഈ ഓർഡറിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. അതിൽ തന്നെ നമുക്ക് യൂണിയൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ ഒരു കോപ്പി പോലെയാണ് സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പം യൂണിയനിൽ എന്താണോ ഉള്ളതെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് സ്റ്റേറ്റിലുള്ളത്. അപ്പം വളരെ എളുപ്പമാണ്. ഇത് താരതമ്യം ചെയ്ത് പഠിച്ചാൽ, മനസ്സിലാക്കി പഠിച്ചാൽ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈ ഒരു പിക്ചർ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 3 ഓർഗൻസ് ഉണ്ട് സ്റ്റേറ്റിന്: എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ഓരോന്നിൻ്റെ റോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ യൂണിയൻ ലെവലിലും ഈ 3 ഓർഗൻസ് ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും ഈ 3 ഓർഗൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 6 സംഗതികളാണ് നമുക്ക് പഠിക്കേണ്ടത്, അല്ലേ? യൂണിയൻ എക്സിക്യൂട്ടീവ് പഠിക്കണം, യൂണിയൻ ലെജിസ്ലേച്ചർ പഠിക്കണം, യൂണിയൻ ജുഡീഷ്യറി പഠിക്കണം, അതേപോലെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് പഠിക്കണം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പഠിക്കണം, സ്റ്റേറ്റ് ജുഡീഷ്യറി പഠിക്കണം. അങ്ങനെ നോക്കിയാൽ 6 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലേ? 6 കാര്യങ്ങൾ. അപ്പോൾ ഈ 6 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, യൂണിയൻ എക്സിക്യൂട്ടീവ് അവിടെയുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്. ഒന്നിന് മുകളിലല്ല, ഒന്നിന് താഴെയുമല്ല. അതേപോലെ ലെജിസ്ലേച്ചർ എടുക്കുമ്പോഴും ഒരു യൂണിയൻ ലെജിസ്ലേച്ചർ ഉണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ട്. ഒന്നിന് മുകളിലല്ല, ഒന്നിന് താഴെയല്ല. എന്നാൽ ജുഡീഷ്യറി, കോടതിയുടെ കാര്യം വരുമ്പോൾ അവിടെ യൂണിയൻ ജുഡീഷ്യറി ഉണ്ട്, സ്റ്റേറ്റ് ജുഡീഷ്യറി ഉണ്ട്. എന്നാൽ യൂണിയൻ ജുഡീഷ്യറി സ്റ്റേറ്റ് ജുഡീഷ്യറിയുടെ മുകളിലാണ്. ഇപ്പോൾ യൂണിയൻ ജുഡീഷ്യറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സുപ്രീം കോർട്ടിനെയാണ് യൂണിയൻ ജുഡീഷ്യറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ടും സബോർഡിനേറ്റ് കോർട്സുമാണ് സ്റ്റേറ്റ് ജുഡീഷ്യറി. അപ്പോൾ ഈ ഇന്ത്യയിലെ ഒരു പ്രത്യേക ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ യൂണിയൻ ജുഡീഷ്യറി, അതായത് സുപ്രീം കോർട്ട് സ്റ്റേറ്റ് ജുഡീഷ്യറിയുടെ മുകളിലാണ്. അതായത് ഓൾ ഡിസിഷൻസ് ഓഫ് സുപ്രീം കോർട്ട് ഈസ് ബൈൻഡിങ് അപ്പോൺ ഹൈക്കോർട്ട് ആൻഡ് സബോർഡിനേറ്റ് കോർട്സ്. അതായത് ഇന്ത്യയിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി ഇൻ്റഗ്രേറ്റഡ് ആണ്. ജുഡീഷ്യറിയിൽ ഒരു യഥാർത്ഥത്തിലുള്ളൊരു ഫെഡറൽ സിസ്റ്റം ഇല്ല. ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ്, പക്ഷേ ഒരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറിയുമാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ്. അതൊരു ഹൈറാർക്കി ഉണ്ട്. സുപ്രീം കോർട്ടിൻ്റെ ഡിസിഷൻസ് ഹൈക്കോർട്ടിനും താഴെയുള്ള കോർട്ടിലും ബൈൻഡിങ് ആണ്. പക്ഷേ ആ ഒരു സാഹചര്യം നമ്മുടെ ഫെഡറൽ രാജ്യത്ത് എക്സിക്യൂട്ടീവിൻ്റെ കേസിലും ലെജിസ്ലേച്ചറിൻ്റെ കേസിലും ഇല്ല. അപ്പോൾ അതായത് എക്സിക്യൂട്ടീവിൻ്റെ കേസ് നമുക്ക് എടുത്തു നോക്കാം. യൂണിയൻ ഗവൺമെൻറ്, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അപ്പോൾ നരേന്ദ്രമോദി നയിക്കുന്ന ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് യൂണിയനിലുണ്ട്. ഇനി കേരളത്തിൻ്റെ കാര്യം എടുത്തു നോക്കാം. അവിടെ നമുക്ക് ചീഫ് മിനിസ്റ്ററായിട്ടുള്ള പിണറായി വിജയനാണ്. പിണറായി വിജയൻ നയിക്കുന്ന ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് സ്റ്റേറ്റിലുമുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി പിണറായി വിജയൻ്റെ മുകളിലല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് നരേന്ദ്രമോദിക്ക് ചില അധികാരങ്ങളുണ്ട്. യൂണിയൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില അധികാരങ്ങളുണ്ട്. പിണറായി വിജയന് സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില അധികാരങ്ങളുണ്ട്. അപ്പം ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അവിടെ ഒരു ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ മറ്റേ ആളുടെ മുകളിലല്ല. ഒരാൾ പറയുന്നതും എല്ലാ കാര്യവും മറ്റേ ആൾ അനുസരിക്കണമെന്നുമില്ല. അതാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ പ്രത്യേകത. ഇനി ലെജിസ്ലേച്ചറിലേക്ക് എടുത്തു നോക്കുക. ഇന്ത്യയിൽ യൂണിയൻ ലെവലിലുള്ള ലെജിസ്ലേച്ചറിനെയാണ് നമ്മൾ പാർലമെൻറ്റ് എന്ന് വിളിക്കുന്നത്, പാർലമെൻറ്റ്. സ്റ്റേറ്റ് ലെവലിലുള്ള ലെജിസ്ലേച്ചറിനെയാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ചില സ്റ്റേറ്റുകളിൽ ഇതുകൂടാതെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. അപ്പോൾ പാർലമെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പാർലമെൻറ്റിൽ ഇതുപോലെ തന്നെ 2 ഹൗസുകളുണ്ട്, അപ്പർ ഹൗസും ലോവർ ഹൗസും. അപ്പർ ഹൗസായിട്ടുള്ള രാജ്യസഭയും ലോവർ ഹൗസായിട്ടുള്ള ലോക്സഭയും. അപ്പോൾ പാർലമെൻറ്റിൽ ഈ 2 ഹൗസുകളുണ്ട്. അതുപോലെ സ്റ്റേറ്റിൽ ഇതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. രാജ്യസഭയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നത്. ലോക്സഭയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്നത്. അപ്പോൾ ഫെഡറൽ രാജ്യത്ത് പാർലമെൻറ്റിൻ്റെതായ അധികാരങ്ങളുണ്ട്. യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ പാർലമെൻറ്റിൽ നിയമം ഉണ്ടാക്കാം. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരള നിയമസഭയ്ക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം. അപ്പം ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നിന് മുകളിലല്ല. നോർമൽ സർക്കംസ്റ്റാൻസസിൽ ഒന്നിന് മുകളിലല്ല. ഇപ്പോൾ എമർജൻസി പോലെയുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസിൽ ഈ ഒരു കാര്യത്തിന് വ്യത്യാസം വരും. പക്ഷേ സാധാരണഗതിയിൽ ഇന്ത്യ നോർമൽ രീതിയിൽ വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ
യൂണിയൻ എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ മുകളിലല്ല, യൂണിയൻ ലെജിസ്ലേച്ചർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ മുകളിലല്ല. ഇത് തമ്മിലൊരു ഡിവിഷനുണ്ട്. ഹൈറാർക്കിയിൽ ഒന്നൊന്നിന് മുകളിലല്ല. പക്ഷേ നമ്മൾ ജുഡീഷ്യറിയിലേക്ക് വരുമ്പോൾ അവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ്. അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്. അവിടെ യൂണിയൻ ജുഡീഷ്യറി ഈസ് സുപ്പീരിയർ ടു സ്റ്റേറ്റ് ജുഡീഷ്യറി എന്നുള്ള ഒരു ആംഗിളാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് നമ്മൾ ഈ 3 ഓർഗൻസിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6ആയിട്ട് മാറും. 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 യൂണിയൻ ലെവലിലുള്ള കാര്യങ്ങൾ, സ്റ്റേറ്റ് ലെവലിലുള്ള കാര്യങ്ങൾ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത ഒരു ഫിഗറും കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഇതാണ് നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസിയുടെ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു ഡെമോക്രസിയാണ്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ഇന്ത്യൻ ഡെമോക്രസി ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഡെമോക്രസിയാണ്. അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഡെമോക്രസിയാണ്. അപ്പോൾ ഇന്ത്യയിലെ പാർലമെൻ്ററി ഫോം ഓഫ് ഡെമോക്രസിയിൽ എന്താ പ്രത്യേകത നോക്കിയാൽ, ഇവിടെ ഈ യൂണിയൻ ലെവലിൽ ഈ പറഞ്ഞതുപോലെയുള്ള 3 ഓർഗൻസ് ഉണ്ട്, സ്റ്റേറ്റ് ലെവലിൽ ഇതുപോലെയുള്ള 3 ഓർഗൻസ് ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെ പൂർണ്ണമായി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയല്ല എന്നുള്ളതാണ് നമ്മൾ ഈ പാർലമെൻ്ററി ഡെമോക്രസിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ പാർലമെൻ്ററി ഫോം ഓഫ് ഡെമോക്രസിയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂണിയൻ ലെവലിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, യൂണിയൻ ലെജിസ്ലേച്ചർ ഉണ്ട്, യൂണിയൻ ജുഡീഷ്യറി ഉണ്ട്. സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ട്, സ്റ്റേറ്റ് ജുഡീഷ്യറി ഉണ്ട്. പക്ഷേ ഇന്ത്യയിലെ യൂണിയൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ലെജിസ്ലേച്ചറിൻ്റെ ഒരു സബ്സെറ്റാണ്. അതായത് യൂണിയൻ ലെജിസ്ലേച്ചറിൽ നിന്നാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് ഉണ്ടാവുന്നത്. അതായത് ഗവൺമെൻറ് ഉണ്ടാവുന്നത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരിൽ നിന്നാണ് ഒരു ഗവൺമെൻറ് ഉണ്ടാവുന്നത്. യൂണിയനിൽ, കേന്ദ്രത്തിൽ അങ്ങനെയാണ്. അതേപോലെ സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്താലും സ്റ്റേറ്റിലും അങ്ങനെ തന്നെയാണ്. ഈ MLA-മാരിൽ നിന്നാണ് ഒരു മന്ത്രിസഭ ഉണ്ടാവുന്നത്. അതാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഈസ് എ പാർട്ട് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പം മാറി നിൽക്കുന്നില്ല. എക്സിക്യൂട്ടീവ് ഈസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവ് ഈസ് പാർട്ട് ഓഫ് ദി ലെജിസ്ലേച്ചർ. അതാണ് പാർലമെൻ്ററി ഡെമോക്രസി. അപ്പോൾ ഈ പാർലമെൻ്ററി ഡെമോക്രസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ ഓർ എക്സിക്യൂട്ടീവ് ഈസ് ആൻസറബിൾ ടു ലെജിസ്ലേച്ചർ. അതാണ് ഇന്ത്യയിലെ പാർലമെൻ്ററി ഡെമോക്രസിയുടെ പ്രത്യേകത. അപ്പോൾ എക്സിക്യൂട്ടീവ് മന്ത്രിസഭയോട് എപ്പോഴും പാർലമെൻറ്റ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പാർലമെൻറ്റിന് മറുപടി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഒരു ഡ്യൂട്ടിയാണ്. അതിനാണ് പാർലമെൻറ്റ് വയ്ക്കുന്നത്. അപ്പോൾ എപ്പോഴും കണ്ടില്ലേ പാർലമെൻറ്റിലെ ചോദ്യോത്തര വേള അല്ലേ, പലതരം ചോദ്യങ്ങൾ സർക്കാരിലേക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. പ്രതിപക്ഷ MP-മാരും ഭരണപക്ഷ MP-മാരും സർക്കാരിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം ആ സർക്കാർ അവർക്ക് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എക്സിക്യൂട്ടീവ് ഈസ് ആൻസറബിൾ ടു ലെജിസ്ലേച്ചർ. അത് യൂണിയൻ ലെവലിലും അതെ, സ്റ്റേറ്റ് ലെവലിലും അതെ. എക്സിക്യൂട്ടീവിന് മാറി നിൽക്കാൻ പറ്റില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അങ്ങനെയല്ല. എക്സിക്യൂട്ടീവ് ഈസ് സെപ്പറേറ്റ് ഫ്രം ലെജിസ്ലേച്ചർ. അതാണ് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ അവിടെ രണ്ടും ആ ജനാധിപത്യത്തിൽ 2 വ്യത്യാസമുണ്ട്. അമേരിക്ക ഈസ് എ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി, India is a parliamentary form of democracy. What is the peculiarity of parliamentary form of democracy? In parliamentary form of democracy, executive is responsible to legislature or executive is answerable to legislature. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ലോക്സഭ. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, യൂണിയനിലെ കാര്യം പറഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ലോക്സഭയ്ക്ക് ആൻസറബിൾ ആണെന്നും, ഇനി സ്റ്റേറ്റിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ളതാണ്. അതായത് പാർലമെൻറ്റിൽ തന്നെ ലോക്സഭയിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭയ്ക്ക് രാജിവെക്കേണ്ടതായിട്ട് വരും. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്താൽ നിയമസഭയിൽ ഭൂരിപക്ഷമില്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് രാജിവെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഈ പാർലമെൻ്ററി ഡെമോക്രസിയുടെ ഒരു പ്രത്യേകത. യൂണിയൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ലെജിസ്ലേച്ചറിൽ നിന്ന് സെപ്പറേറ്റ് അല്ല, അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതും അങ്ങനെയാണ് അല്ലേ. ഇന്ത്യയിലൊരു ഡെമോക്രസിയിൽ നമ്മൾ എക്സിക്യൂട്ടീവിലെ ആൾക്കാരെ ഡയറക്റ്റായിട്ട് നമ്മൾ എലക്ട് ചെയ്യുന്നില്ല. നമ്മൾ എലക്ട് ചെയ്യുന്നത്, ജനങ്ങൾ എലക്ട് ചെയ്യുന്നത്, പൗരന്മാർ എലക്ട് ചെയ്യുന്നത് ലെജിസ്ലേച്ചറിലേക്കുള്ള ആൾക്കാരാണ്. നിയമം നിർമ്മിക്കുന്ന സഭകളിലേക്കുള്ള ആളുകളെയാണ് പൗരന്മാർ തിരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുത്ത് വിടുന്നത്. അവരാണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ്. അവർ ഇൻഡയറക്റ്റായിട്ടാണ്
എക്സിക്യൂട്ടീവിലെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അതായത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട് നിയമം നിർമ്മിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വിടുന്ന ആൾക്കാരിൽ നിന്നാണ് മന്ത്രിമാരെ അവർ ഇൻഡയറക്റ്റായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതാണ് ഈ പാർലമെൻ്ററി ഡെമോക്രസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജുഡീഷ്യറിയിൽ യൂണിയൻ ജുഡീഷ്യറി ഉണ്ട്, സ്റ്റേറ്റ് ജുഡീഷ്യറി ഉണ്ട്, പക്ഷേ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട്. പക്ഷേ നമ്മൾ ഈ 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, യൂണിയൻ എക്സിക്യൂട്ടീവ്, യൂണിയൻ ലെജിസ്ലേച്ചർ, യൂണിയൻ ജുഡീഷ്യറി, ഇത് നമ്മൾ ആദ്യം പഠിക്കും. അതിൻ്റെ ഒരു കോപ്പി പോലെയാണ്, ചെറിയ വ്യത്യാസങ്ങളാണ്, പക്ഷേ ഒരു ഏതാണ്ടൊരു കോപ്പിയാണ് സ്റ്റേറ്റിൽ. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സ്റ്റേറ്റ് ജുഡീഷ്യറി. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇത്രയും സമയം എടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാലേ നമുക്ക് ഇനിയുള്ള ഓരോ ആർട്ടിക്കിൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ. അപ്പം നമുക്ക് പഠിക്കേണ്ടത് ഈ 3 ഓർഗൻസാണ്. സ്റ്റേറ്റിലുള്ള 3 ഓർഗൻസ്, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. അതേപോലെ സെൻറ്ററിലുള്ള 3 ഇതേപോലെയുള്ള 3 ഓർഗൻസ്, അതായത് യൂണിയൻ ലെവലിൽ ഇതേപോലെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഈ 3 ഓർഗൻസിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ, യൂണിയൻ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുമുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 52 തൊട്ട് 395 വരെയുള്ള ആർട്ടിക്കിളുകൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണും. അങ്ങനെയുള്ള ഒരു പല ക്ലാസ്സുകളിലൂടെ ആയിരിക്കും നമ്മളിത് കവർ ചെയ്യുന്നത്. പക്ഷേ എല്ലാം കൂടെ കൂട്ടിയാൽ ഏകദേശം ഒരു 3-3.5 മണിക്കൂറിൻ്റെ ക്ലാസ് കൊണ്ട് നമുക്കിത് കവർ ചെയ്ത് തീർക്കാൻ പറ്റുമായിരിക്കും. അപ്പം അടുത്ത ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അതേപോലെ ഈ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് ക്ലാസ്സിൽ മാറ്റങ്ങൾ വരുത്താം. ഇതുവരെ ക്ലിയർ LLB എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ പെയ്ഡായിട്ടുള്ള ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ നമ്മുടെ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പെയ്ഡ് ക്ലാസ്സുകൾ ഉള്ള എങ്ങനെയാണ് അതിൽ ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ടീമിലെ ആൾക്കാരെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.